ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എരിവുള്ളൊരു സ്നാക്കാണിത്. ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും വേണ്ട ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് ഓയിലും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആദ്യം യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ മാവ് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 2 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ചെറിയ ഓരോ ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ബോളാണ് കേട്ടോ ഈ ഒരു മാവാക്കി എടുക്കുന്നത്. ഇനി ഓരോന്നും എടുത്തിട്ട് അല്പം പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒരുപോലെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പൊട്ടാറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്